പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ മഹാപ്രവാഹമാണ് ഈ കൊട്ടിക്കലാശത്തിൽ അണിനിരന്നിട്ടുള്ളത്. പാലക്കാട് മുഴുവൻ സഖാവ് സരിനൊപ്പം, ഡോക്ടർ സരിനൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഇന്ന് ഒഴുകി വരുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യ മഹാപ്രവാഹം തെളിയിക്കുന്നത് ഇത്തവണ പാലക്കാട്ട് ഇടതുപക്ഷം അതിന്റെ വിജയ പതാക നാട്ടിയിരിക്കും എന്നതാണ്. എങ്ങനെയാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത്, അതുപോലെ പാലക്കാട്ട് 23-ാം തീയതി ഒരു പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന്റെ പുതിയ ചരിത്രം, വിജയ ചരിത്രം പാലക്കാട്ട് കുറിക്കാൻ പോവുകയാണ്. ഡോക്ടർ സരിന് നേരത്തെ സഖാവ് കെ ബാലൻ പറഞ്ഞതുപോലെ അദ്ദേഹം കൈനീട്ടിയപ്പോൾ ആ കൈ തട്ടിമാറ്റിയവർക്ക് ഇതാ പാലക്കാടിന്റെ താക്കീത്. 10,000-കണക്കിന് ആളുകൾ, അവരിൽ പ്രായമുള്ളവരുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, ആബാലവൃദ്ധം പാലക്കാട് ഇതാ ഡോക്ടർ സരിന്റെ കൈ പിടിക്കുകയാണ്. എവിടെ നിന്നോ വന്നവർ ഡോക്ടർ സരിന്റെ കൈ തട്ടിമാറ്റിയാൽ ഞങ്ങൾ പാലക്കാട്ടുകാർ ഈ കൈ ചേർത്ത് പിടിക്കുമെന്നാണ് പാലക്കാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പാലക്കാടിന്റെ ഹൃദയത്തിൽ മുറിവേറ്റ സംഭവമാണ് 92-ലെ ബാബറി മസ്ജിദിന്റെ തകർച്ചയുൾപ്പെടെയുള്ള സംഭവങ്ങൾ. അതിനെ ജാംബവാന്റെ കാലത്തെ കഥയെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചവർക്ക് ഈ പാലക്കാട് മറുപടി നൽകിയിരിക്കും 23-ാം തീയതി. മാത്രമല്ല, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ, കേരളം കണ്ട ഏറ്റവും വലിയ വെറുപ്പിന്റെ പ്രചാരകനെ തോളിലേറ്റി നടക്കുന്നവർക്ക് ഈ പാലക്കാട് മറുപടി നൽകിയിരിക്കും 23-ാം തീയതി. ഈ പാലക്കാടിന്റെ വികസനത്തെ മുരടിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും അധോഗതിയിലുള്ള നഗരമാക്കി അധപ്പതിപ്പിച്ചവർക്ക് ചുട്ട മറുപടി ഈ പാലക്കാട് നൽകിയിരിക്കും 23-ാം തീയതി. ഈ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾക്കൊപ്പം, വികസനത്തിനൊപ്പം, കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിക്കൊപ്പം ഡോക്ടർ സരിനിലൂടെ പാലക്കാടിനെ കൂടി കണ്ണു ചേർക്കും പാലക്കാട്ടെ ജനങ്ങൾ. പ്രിയപ്പെട്ടവര്, ഞങ്ങൾ മിടുക്കനായ ഒരു യുവ ഡോക്ടറെ, സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കഴിവുറ്റൊരു ചെറുപ്പക്കാരനെ ഇതാ പാലക്കാട്ടെ ജനങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിജയിപ്പിച്ച് MLA ആക്കി തിരിച്ചു നൽകിയാൽ ഈ പാലക്കാടിന് കേരളത്തിലെ LDF സർക്കാർ വികസനത്തിന്റെ ഒരു പൂക്കാലമായിരിക്കും തിരിച്ചു നൽകുക എന്നുറപ്പ് പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവര്, ഈ മനുഷ്യപ്രവാഹം അത് പാലക്കാടിന്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. മാത്രമായിരിക്കില്ല, പകരം ഇടതുപക്ഷത്തിന്റെ പാലക്കാടൻ ജനതയ്ക്കുള്ള ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ടായിരിക്കും ഈ മനുഷ്യ മഹാസാഗരമെന്ന്. കാരണം ഒരു മാസക്കാലത്തിലേറെയായി ജനാധിപത്യ കേരളത്തിന്റെ പൊതുബോധത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചവരാണ് പാലക്കാട് വോട്ടർമാർ. മതേതര കാഴ്ചപ്പാടുള്ള ഈ ജനത 20-ാം തീയതി ബൂത്തിലെത്തി 23-ാം തീയതി ആ വോട്ടെണ്ണുമ്പോ നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന ഈ സല്യൂട്ട് എന്തിനാണെന്ന് കേരളത്തിന്റെ മനസ്സ് വായിച്ചെടുക്കും. അത്രമേൽ ആത്മാർത്ഥമായി ഈ ജനത ജനാധിപത്യ ബോധമുള്ളവരും മതേതരവാദികളുമാണ് എന്ന് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. ഇവിടെ വന്നിരിക്കുന്ന ഇത്ര 10,000-കണക്കിന് വരുന്ന പ്രവർത്തകരും, ആ പ്രവർത്തകർ മാത്രമല്ല, എന്നോട് മാധ്യമങ്ങൾ ചോദിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നത് പാലക്കാട് ഇടതുപക്ഷം ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരുമാണ്. കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം സാധാരണ പാലക്കാടുകാരാണ് ഇടതുപക്ഷത്തിന്റെ
ചെയ്യുമെന്നുള്ളൊരു വാക്ക്, ചെയ്ത് കാണിക്കുമെന്നുള്ള വാക്ക്, ചെയ്ത് തീർക്കുമെന്നുള്ള വാക്ക് ജനങ്ങളോട് നമ്മൾ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ജനങ്ങൾ മനസ്സേറ്റിയിരിക്കുന്നു, നെഞ്ചേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ചെയ്യാനുള്ള ആ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ പി സാറിൽ നിന്നുള്ള ഈ എളിയവനും ഡോക്ടർ കഴുത്തിൽ തൂക്കുന്ന കുഴൽ എന്ന സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ KL 9 അത് പാലക്കാടാണെങ്കിൽ 9 എന്ന ക്രമ നമ്പറിൽ വോട്ടിംഗ് മെഷീനിൽ തെളിയുന്നത് അടുത്ത പാലക്കാടിന്റെ ജനപ്രതിനിധിയുടെ പേര് തന്നെയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ തിരിച്ചറിവിന് ജനങ്ങളോടൊപ്പം നിന്ന് ഒരു മാസക്കാലത്തിലേറെയായി നമ്മൾ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിന് ഔപചാരികമായിട്ട് ഞാനിവിടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ അനൗൺസ്മെന്റ് വാഹനങ്ങൾ മുതൽ മാധ്യമപ്രവർത്തകർ വരെ, ക്യാമറമാൻ മുതൽ വണ്ടി ഓടിക്കുന്നവർ വരെ, ജനറേറ്റർ സെറ്റും മൈക്ക് സെറ്റും അടക്കം തന്നവർ വരെ ഓരോ മനുഷ്യനും ഈ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് അവരുടെ പങ്കുവഹിച്ചതിന് ഇവിടെ വലിയ മനസ്സോടുകൂടി സ്മരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതുവരെ ഈ പരസ്യ പ്രചരണത്തിന്റെ അവസാന നിമിഷം വരെ എത്തിച്ചത്. ഇനിയും 36 മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമാണ് പോളിംഗ് സമയമാവുക. 36 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ, വീണ്ടും വീണ്ടും ഓരോ വോട്ടർമാരെയും ചേർത്ത് പിടിക്കാൻ, ചേർത്ത് നിർത്തലിന്റെ ഇടത് രാഷ്ട്രീയമാണ് ശരിയെന്ന് പാലക്കാട് പറയുന്നത് വരെ അതിനോടൊപ്പം നിന്ന് പൊരുതാൻ, പ്രവർത്തിക്കാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ആരാണ്? ഡോക്ടർ സരീൻ. അദ്ദേഹത്തിന് കൈകൊടുക്കാൻ വൈമനസ്യം കാട്ടിയ ക്ഷുദ്രജീവികളെ തറപറ്റിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സരീൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിഹ്നമായ ഡോക്ടർ കുടൽ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സന്ദീപ് വാര്യർ RSSൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ? ഹിന്ദുത്വ ആശയത്തോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? RSSും SDPIയും UDFും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഏത് വൃത്തികെട്ട രൂപത്തിലേക്കാണ് ഈ മണ്ഡലത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ UDF പ്രകടമായി SDPIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരവിശുദ്ധ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോയത്? സാധാ നിലയിലുള്ള മര്യാദക്കുള്ള രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഡോക്ടർ സരീനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വൃത്തികെട്ട ഗൂഢാലോചന അവർ നടത്തിയത്. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അതിശക്തമായ സമ്മർദ്ദമുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് പോയത്. പാലക്കാട് പോയതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഈ ഹിന്ദുത്വ വർഗീയവാദി കഴിഞ്ഞ കുറെ കാലങ്ങളിലായി, കുറെ വർഷങ്ങളിലായി കുത്തിവെച്ച വിഷം ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ്
മതനിരപേക്ഷ ശക്തികൾ, വിശ്വാസികൾ ഞങ്ങളെ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഇന്ന് ഈ കൊട്ടിക്കലാശത്തെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയത്. അതിൽ പങ്കാളികളായ നിങ്ങളെ എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, CPIM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.